ഫെയ്ത്ത് ക്ലിയറൻസിന്റെ 7ാമത്തെ എപ്പിസോഡിലെ നമ്മുടെ വിഷയം മാസാദി വെള്ളിയാഴ്ച ആചരണത്തിന്റെ ഉത്ഭവം, പ്രസക്തി, അതിൻ്റെ ചരിത്രം എന്നിവയെക്കുറിച്ചാണ്. അതിൻ്റെ വിശദമായ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മാസാദി വെള്ളി ആചരണം ആരംഭിക്കുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കം പ്രകടമാക്കുന്ന ആരാധന, സ്നേഹം, പരിഹാരം, ഈ 3 കാര്യങ്ങൾ ആധാരമാക്കി ആദ്യവെള്ളി ആചരിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് ഈ ഭക്താഭ്യാസം ആരംഭിച്ചത്. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സുറിയാനി കത്തോലിക്കരുടെ 3 വികാരിയാത്തുകളിലും മെത്രാന്മാർ ഈ ആദ്യ വെള്ളി ആചരണം നടത്തേണ്ടതിനെ പറ്റി ഇടയലേഖനങ്ങളിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ട് നാം കാണുന്നു. തുടർന്ന് ഈ ആദ്യവെള്ളി ആചരണത്തിൻ്റെ പ്രസക്തി കൂടി വരാൻ കാരണമായി. അതിന് 3 കാരണങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എല്ലാ പള്ളികളിലും ആദ്യ വെള്ളിയാഴ്ചകളിൽ 1 മണിക്കൂറെങ്കിലും ആരാധന നടത്തുക എന്ന നിർദ്ദേശമുണ്ടായി. അതുപോലെ സ്കൂളുകളിലും ആദ്യ വെള്ളി ആചരണത്തെപ്പറ്റി നിർദ്ദേശങ്ങൾ വന്നു. ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് സൗകര്യമൊരുക്കി കൊടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ 1920കളോടെ വരുന്നതായിട്ട് നാം കണ്ടെത്തുന്നു. ആദ്യവെള്ളി ആചരണം വിദേശീയമായിട്ട് കടന്നു വന്ന ഒരു ആചരണമായല്ല, മറിച്ച് ഇവിടെ കേരളക്കരയിൽ ഉടലെടുത്ത് ശക്തി പ്രാപിച്ച ഒരു ഭക്താഭ്യാസമായിട്ടാണ് നാം കണ്ടെത്തുന്നത്. ഈ ആദ്യവെള്ളി ആചരണം പാപപരിഹാരത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ഒരു രീതിയായും ഇത് പ്രാധാന്യമേറിയ ഒന്നായി മനസ്സിലാക്കേണ്ടതാണ്. 17ാം നൂറ്റാണ്ടിൽ വിശുദ്ധ മാർഗരേത്ത മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമായി ആവശ്യപ്പെട്ട തിരുഹൃദയ വണക്കത്തിൻ്റെ ആചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്ഭവത്തിൽ ആരംഭം കുറിച്ച ഒരു ആചരണമായിട്ട് ഈ മാസാദി വെള്ളി ആചരണം നാം കണ്ടെത്തുന്നത്. 1898 മാർ ലൂയിസ് മെത്രാൻ എറണാകുളം വികാരിയാത്തിലും, തുടർന്ന് മാർ മാത്യു മാക്കിയിൽ മെത്രാൻ ചങ്ങനാശ്ശേരി വികാരിയാത്തിലും, മാർ ജോൺ മേനാശ്ശേരി മെത്രാൻ തൃശ്ശൂർ വികാരിയാത്തിലും ആദ്യവെള്ളി ആചരണത്തെക്കുറിച്ച് അവരുടെ ലേഖനങ്ങളിലൂടെ വിശ്വാസ സമൂഹത്തോട് ഇത് ഭക്താഭ്യാസമായിട്ട് അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ട് രേഖകളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇന്നും ഈ മാസാദി വെള്ളി ആചരണം മിക്ക ദേവാലയങ്ങളിലും ആരാധനയോടുകൂടിയും കുമ്പസാര സൗകര്യങ്ങൾ ഒരുക്കിയും കുട്ടികൾക്ക് സ്കൂളുകളിൽ വിശുദ്ധ കുർബാനയും കുമ്പസാര സൗകര്യങ്ങളൊക്കെ പ്രത്യേകം ഒരുക്കിയും ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കേരളക്കരയിലെ നമ്മുടെ കുടുംബങ്ങളൊക്കെയും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. ആ തിരുഹൃദയത്തിന് വീണ്ടും ഓരോ മാസവും പുനഃപ്രതിഷ്ഠിച്ച് തിരുഹൃദയത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുക, അനുകരിക്കുക, ആ സംരക്ഷണം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് ഈ മാസാദി വെള്ളി ആചരണം ഇപ്രകാരം നാം അനുഷ്ഠിക്കുന്നത്.